ഈ കാണുന്നത് ഒരു മാവല്ല കേട്ടോ. ഇതാണ് ചൈന ക്ലേ അല്ലെങ്കിൽ കനോളി ക്ലേ എന്നൊക്കെ പറയുന്ന ഒരു പൊടിയാണ്. ഇത് നമ്മൾ റബ്ബർ തോട്ടങ്ങളിൽ ഉപയോഗിച്ച് വരുന്നതാണ്. വേനൽക്കാലത്ത് അടുക്കുമ്പോൾ മരങ്ങൾക്ക് തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ സെയിംസ് ആണ് നമുക്ക് ചെടികൾക്ക് അടിച്ചു കൊടുക്കാം. അതായത് വളരെ ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ. നമ്മൾ വേനൽക്കാലം ആകുമ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണെന്നും നമ്മൾ സ്ഥലത്തില്ലാത്തപ്പോൾ അതെങ്ങനെ ഓട്ടോമേറ്റായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീഡിയോ പറയുകയുണ്ടായി. ഇന്ന് നമ്മുടെ വേനലായിട്ട് തന്നെ ബന്ധപ്പെട്ടാണ് എങ്ങനെയാണ് പൊതിയിടുന്നത്. കാരണം പലതരത്തിൽ പൊതിയിടുന്ന കേസുകളുണ്ട്. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു സ്റ്റൈലാണ്. അതൊരു വ്യത്യസ്തമായ ഒരു സ്റ്റൈലാണ്. അല്ലെങ്കിൽ പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് ആ ചുവട്ടിൽ കിടക്കുന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടൊരു ചെറിയ ഒരു വീഡിയോ ആണ്. കൂടാണ്ട് വേറൊരു സാധനം കൂടെ ഞാൻ ഇതിനോട് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഞാൻ അങ്ങനെ ആരും ചെയ്യുന്നവരും കണ്ടിട്ടില്ല. ഇതിപ്പം ഞാൻ ഒരു പൊതയിടാത്ത എൻ്റെ പോട്ടാണ്. ഇത് ഞാൻ പൊതയിട്ടതാണ്. ഇതിൽ പൊത എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ വാഴയുടെ ഇല നൈസായിട്ട് കട്ട് ചെയ്തതാണ്. കാരണം എനിക്കിവിടെ കുറച്ച് വാഴയുണ്ട്. എൻ്റെ അപ്പുറത്തേക്ക് പറമ്പിലൊക്കെ ആയിട്ട് എൻ്റെ അല്ല, അപ്പുറത്തെ വീട്ടിലെ പറമ്പിലൊക്കെ. അപ്പോൾ ഞാൻ എൻ്റെ വാഴയില ഉണങ്ങിക്കഴിയുമ്പോൾ അത് പറിച്ച് ഇതുപോലെ നൈസാക്കി ഇങ്ങനെ ആക്കി ഇതുപോലെ കവറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതുണ്ടോ, ഇത് നനയാത്ത ഫ്രഷാണ്. ഏതെങ്കിലും സമയത്ത് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ക്വാണ്ടിറ്റി അങ്ങനെ ആക്കി വെക്കും. എന്നിട്ട് എൻ്റെ ചെടികൾക്കൊക്കെ ഇതുപോലെ ഇട്ട് കൊടുക്കും. എനിക്കിവിടെ പുല്ല് ഇല്ല. പുല്ലുണ്ടെങ്കിൽ പുല്ല് പറിച്ചിട്ടാൽ മതി. പക്ഷേ പുല്ലൊക്കെ ഇടുമ്പോൾ ചെറിയ പ്രശ്നമുള്ളത് നമ്മുടെ ഈ ഫംഗസ് ഉണ്ടാകാൻ ചെറിയ സാധ്യതയുണ്ട്. നനച്ചും കൂടെ കഴിയുമ്പോഴേ. ഉറപ്പുള്ള കേസല്ല, എന്നാലും സാധ്യതകൾ എല്ലാവരും പറയാറുണ്ട്. ഇതുപോലെ ഞാൻ ചുവട്ടിലേക്ക് ഇടും. കണ്ടല്ലോ, അത് ഞാനിപ്പോൾ ഇട്ട് കാണിക്കാം. ഇതിപ്പോൾ എൻ്റെ മനോരഞ്ജിതം മാവാണ്. അപ്പം ഇതിൽ ഞാൻ ആഡ് ചെയ്ത് കാണിക്കാം. അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് ചെയ്ത ട്രിപ്പറിൻ്റെ ഈ വീഡിയോ കാണാത്തവർക്ക് യൂട്യൂബിൽ നമ്മുടെ ചാനലുണ്ട്. ഈ വീഡിയോ ട്രിപ്പർ സെറ്റ് ചെയ്തേക്കുന്നതും അതിൽ ഓട്ടോമേഷൻ ചെയ്തേക്കുന്നതൊക്കെ തന്നെ ഓണാകുന്ന കേസൊക്കെ. അപ്പം ഇതാണ് എൻ്റെ വേ ഓഫ് പൊതിയിടൽ. അതിങ്ങനെ ഞാൻ ചാക്കിലാക്കി വെക്കും, നല്ല ചെറിയ കവറിലാക്കി ഇങ്ങനെ. ഇനിയിപ്പോൾ ഇത് തീരാറായി. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അടുത്ത സമയം എപ്പോഴും ഫ്രീ കിട്ടുമ്പോൾ ഇല എടുത്ത് കണ്ടിക്കും. അതിങ്ങനെ ഇല കത്രി കൊണ്ട് അടിച്ചാൽ മതി. കുറച്ച് ടൈം എടുക്കും, എന്നാലും എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി. ഞാൻ ഈ സമയത്ത് കരിയിൽ വെപ്പാൻ പോകണ്ട, പുല്ല് വെപ്പാൻ പോകണ്ട. എൻ്റെ അടുത്തുള്ള സാധനം കൊണ്ട് തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ ഞാൻ എൻ്റെ പേരയ്ക്ക് നമ്മുടെ BNR അല്ലേ, ഡൽഹിയിൽ ഫ്ലവറൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലവറൊക്കെ ഒന്ന് തുടങ്ങി. ഉള്ളിലേക്ക് കുറച്ചൊന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞാൻ കഴിഞ്ഞ വർഷം ചൈനക്കായി അടിച്ചത്. കണ്ടോ, ഇങ്ങനെ ഇലയുടെ മുകളിൽ പറ്റി പിടിച്ചിരിക്കും. ചാമ്പയ്ക്കാണ് അത്യാവശ്യം സൺബേൺ എപ്പോഴും കണ്ടുവരുന്നത്. ഇതുണ്ടോ, ഈ കാണുന്നതൊക്കെ സൺബേൺ ആണ് കേട്ടോ. ഈ കാണുന്ന എല്ലാം സൺബേൺ ആണ് ചൂട് കൂടുമ്പോൾ. അതുപോലെ കുറേയൊക്കെ ഇല ഞാൻ പറിച്ച് കളഞ്ഞു, ഒഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ വേറൊരു സ്ഥലത്തുകൂടെ കാണിച്ചു തരാം. എൻ്റെ വേറൊരു ഷാമ്പിൽ സൺബേൺ ഉള്ളത് കാണിച്ചു തരാം. ഈ കാണുന്നതൊക്കെ സൺബേൺ ആണ്. ഇതൊക്കെ കണ്ടോ, അവരുടെയൊക്കെ ആയിട്ട് ഈ അറ്റം കരിഞ്ഞിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം സൺബേൺ ആണ്. ഈ കാണുന്നതെല്ലാം സൺബേൺ ആണ്. ഇതിൻ്റെ ചാമ്പയാണ് നമ്മൾ സാധാരണ സീഡ്ലെസ് ചാമ്പ. ഇതെല്ലാം സൺബേൺ ആണ്. ഇതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങി. കണ്ടോ, ഈ ചെറിയ ഷെയ്ഡ് വന്ന് തുടങ്ങിയുണ്ടോ. ഇതൊക്കെ സൺബേൺ അടിക്കുന്നതാണ്. നല്ല വെയിലാണ് ഇവിടെ, ടെറസാണ്. അപ്പം ഇവിടെ നമ്മൾ മസ്റ്റായിട്ടും ഈ പറയുന്ന കനോളി സ്പ്രേ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഈ കാണുന്നത് ഒരു മാവല്ല കേട്ടോ. ഇതാണ് ചൈന ക്ലേ അല്ലെങ്കിൽ കനോളി ക്ലേ എന്നൊക്കെ പറയുന്ന ഒരു പൊടിയാണ്. ഇത് നമ്മൾ റബ്ബർ തോട്ടങ്ങളിൽ ഉപയോഗിച്ച് വരുന്നതാണ്. വേനൽക്കാലത്ത് അടുക്കുമ്പോൾ മരങ്ങൾക്ക് തണുപ്പ് കിട്ടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ സെയിംസ് ആണ് നമുക്ക് ചെടികൾക്ക് അടിച്ചു കൊടുക്കാം. അതായത് വെയിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെടികളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതൊരു വളരെ നൈസ് പൊടിയാണ്. നമ്മൾ കാണുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. ഇത് വെള്ളത്തോട് മിക്സ് ചെയ്ത് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ, നമുക്ക് അടിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ചെടികളുടെ മുകളിൽ കോട്ടിംഗ് ആയിട്ട് നിൽക്കും. ഈ പറയുന്ന ചൂടുകളെ പ്രതിരോധിക്കാനാണ് പറയുന്നത്. നമ്മുടെ നോർത്തിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിനുണ്ടാകുന്ന ഒരു സൺബേൺ, അതിന് അവർ വളരെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ചൈന ക്ലേ എന്ന് പറയുന്നത്. വലിയ റേറ്റൊന്നുമില്ല. നമ്മൾ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറുകളിൽ ഇത് കിട്ടും. അതായത് പെർ kg 15-20 രൂപ സംതിങ്ങേ ഉള്ളൂ. ഇത് ഞാൻ 1 കിലോ വാങ്ങിയിട്ട് കുറേ ആയി. വളരെ കുറച്ചെടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അപ്ലൈയും കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടോ, വളരെ നൈസായിട്ടുള്ള പൗഡറാണ്. നോക്കിയാൽ കാണാം. കണ്ടോ, ഇത് അളവ് ഞാൻ നമുക്ക് ഒരു കൈയളവ് വെച്ചിട്ടാണ് ഇടുന്നത്. അങ്ങനെ തൂക്കമൊന്നും എനിക്ക് അത്ര പിടുത്തമില്ല, കാരണം അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു പറ്റിപ്പിടിച്ചിരിക്കുന്ന ലെവൽ അതേ ഉള്ളൂ. അപ്പോൾ ഒരു
കുറച്ചൊരു 10 ഗ്രാമോ 20 ഗ്രാമൊക്കെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും ഞാൻ കലക്കി സ്പ്രേ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതായിപ്പോൾ ഞാൻ കനൽ സ്പ്രേ കലക്കി എടുത്തിട്ടുണ്ട്. ഇത് സാധാ സ്പ്രേയറാണ് നമ്മുടെ. ഞാൻ അതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് സ്പ്രേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഇലകളിലൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു പാട പോലെ അതിൻ്റെ മുകളിലൊക്കെ ആവും. ചൈനാക്കളെ ഇതിന് മാത്രമല്ല, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ നോക്കിയാൽ കാണും ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ ഈ പറയുന്ന വെയിൽ വരുന്ന സമയത്ത് ഒരുപാട് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതാണ് ചൈനാക്കളെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഫുള്ള് ഒരു ലെയർ പോലെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്കിത് മതി. അത്യാവശ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു കഴിഞ്ഞ പ്രാവശ്യം ചെറിയ വേനലടിച്ചിട്ടുണ്ട്. മീൻസ് ഈ വേനലൊക്കെ തുടങ്ങിയ സമയത്ത് അതിന് കുറേ മഴയൊക്കെ വന്നുകൊണ്ട് കുറച്ചൊക്കെ ഒഴിച്ചു പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും അടിക്കാൻ തയ്യാറായത്. അപ്പോൾ ഇത് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ സമ്മർ കാലത്ത് നമ്മൾ പൊതിയിടുന്ന പോലെ തന്നെ ഈ ഒരു ചൈനാക്കളെ പ്രത്യേകിച്ച് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചാമ്പയുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ നമുക്ക് ഇത് കിട്ടുന്നതാണ്.